ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ചഞ്ചൽ എന്നാണ്. ഞാൻ ചേർത്തല ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. സ്വസ്തിയിലേക്ക് ഞാൻ വരുന്നത് വളരെ ആക്സിഡൻ്റലായിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു മൈ റീനമ്മ. എൻ്റെ ഒരു ഫ്രണ്ടാണ് റീനമ്മ. ഇപ്പോൾ ബോംബെ സെറ്റിൽഡാണ്. കാരണം ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് തകർന്നടിഞ്ഞ് നിൽക്കുന്ന ഒരവസരത്തിലാണ് റീനമ്മ എന്നോട് ഇങ്ങനെ സ്വസ്തിയുടെ കാര്യം പറയുന്നത്. അന്നേരം എൻ്റെ മനസ്സിലേക്ക് എന്താ പറയുക, ഒരു പോസിറ്റീവ് തോട്ടാണ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ കൈവിട്ട് പോകുന്ന എന്നെ തിരിച്ചു പിടിക്കാൻ ഇതൊരു വലിയ ഉപാധിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചതുകൊണ്ടാണ് ഞാൻ സ്വസ്തിയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇപ്പം 2 മാസമായിട്ടുള്ളൂ ഞാൻ സ്വസ്തിയിൽ വന്നത്. പക്ഷെ 2 മാസം എന്നുള്ളതിനേലും കൂടുതൽ എനിക്ക് തോന്നുന്നത് അതൊരു 2 വർഷത്തെ ആത്മബന്ധം ആയിട്ടുണ്ടെന്നാണ്. അത്രയും കണക്റ്റഡ് ആണ് ഞാൻ അവിടെയുള്ള ഓരോരുത്തരായിട്ടും. പിന്നെ സ്വസ്തിയിലേക്ക് വന്ന ശേഷം എനിക്ക് ഡ്രാമാറ്റിക് ചേഞ്ചസ് ആണ് എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നത്. ഡ്രാമാറ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും അതിങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം മതി, അതോടുകൂടെ എൻ്റെ സകലമാന ധൈര്യവും പോവും, ചോർന്നൊലിച്ച് പോവും. ഞാൻ എന്താ പറയുക, ഭയങ്കര ശ്വാസം മുട്ട് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളിലേക്ക് വന്നു കയറും. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇപ്പം വളരെയധികം മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പെട്ടെന്നൊക്കെ വരുന്ന ഷോക്കിംഗ് ന്യൂസൊക്കെ ആണെങ്കിൽ പോലും അതിനെ എന്താ പറയുക തരണം ചെയ്ത് പോരാനായിട്ടും, അതായത് വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ ഉള്ള കാര്യം പറയാം. എൻ്റെ മോള് പുറത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കണമായിരുന്നു. അവളുടെ എല്ലാ പേപ്പേഴ്സും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അതെല്ലാം റിജക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി അവള് ബാംഗ്ലൂർ ഒരു കോഴ്സിന് ചേർന്നിട്ട് അവിടെ നിന്ന് ഇത് പോരുകയാണ് ചെയ്തത്. അപ്പം ഇതും കൂടെ അത് പെട്ടെന്ന് കൈവിട്ട് പോയപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ പഴയ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ബോധം കെട്ട് വീഴും. കാരണം അത്രയും ടെൻഷൻ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയില്ല, ഞാൻ സ്വസ്തിയിലേക്ക് വന്നതിൻ്റെ ആ ഡിഫറൻസാണ് ഞാൻ പറയണേ. കാരണം ഞാനത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഡോണ്ട് വറി, നീ വിഷമിക്കാനൊന്നും വേണ്ട, നിനക്കുള്ളത് ദൈവം വേറെ എവിടെയോ വച്ചിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കേ വേണ്ട, നീ അതിനെപ്പറ്റി വറി ചെയ്യേ വേണ്ട. അത് എവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഡെസിഷൻ മേക്കിംഗ് പവർ കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. ഞാനതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ശരിക്കും എന്നെ അമ്പരന്നാ നോക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള്, കാരണം ഇതുവരെ കാണാത്ത വേറൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, അവള് ഒന്ന് നോർമലായി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, മമ്മ ഇങ്ങനെ മാറാൻ പറ്റി? കാരണം മമ്മ ടെൻഷൻ അടിക്കും, മമ്മ വിഷമിക്കും എന്ന് ആലോചിച്ച് ആണ് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മമ്മ ഇങ്ങനെ മാറിയെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ലടാ, അത് ചിലപ്പോൾ എനിക്ക് സ്വസ്തിയിൽ വന്നതിൻ്റെ ആ ഒരു എന്താ പറയണേ, ആ ഒരു മാറ്റമായിരിക്കും സ്വസ്തിയിൽ. കാരണം എനിക്ക് ആ ഓപ്പണോപ്പോ പ്രെയർ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടങ്ങാത്തൊരു സംഭവം. കാലത്തും വൈകുന്നേരവും എന്നെക്കൊണ്ട് ഒരുപാട് തവണയൊന്നും ചെല്ലാൻ പറ്റുന്നില്ലെങ്കിലും 11 times ഇൻ ദ മോർണിംഗ് ആൻഡ് 11 times ഇൻ ദ നൈറ്റ് ഞാൻ ബെഡിൽ ഒന്ന് എണീറ്റ് വരുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ഞാൻ പറയുന്ന ഒരു മെയിൻ കാര്യമാണത്. കാരണം അത് എന്നിൽ ഇത്രയും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ സാധാരണ എല്ലാവരും ഏതിൽ കൂടെ കുത്തിയാലും നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആൾക്കാർക്ക് മാറ്റങ്ങൾ വരുന്നത് ഇങ്ങനെയാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്കൊരു ഡെസിഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ചുമ്മാ കരയേണ്ട വ്യക്തിയല്ല. അല്ലെങ്കിൽ
എനിക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വസ്തിയിലേക്ക് വന്നതിനും പിന്നെ ഈ പറഞ്ഞ പോലെ സ്വസ്തിയിലെ സജിത മാമിനോടും വിഷ്ണു സാറിനോടും അങ്ങനെ ഓരോ പിന്നെ അവിടെയുള്ള സ്വസ്തിയിലെ എല്ലാ ഹാപ്പി സോൾസിൻ്റെയും എല്ലാവരോടും എനിക്ക് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡാണ് ഉള്ളത്. കാരണം ഐ ആം സോ ഹാപ്പി ടു ബി വിത്ത് ദം. ഞാൻ എന്ന വ്യക്തി എൻ്റെ പഴയ ഒരു 15 നിങ്ങളോട് ഓപ്പണായിട്ട് പറയാണ്, 15 വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്രഷും പെയിൻറ്റും എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അത് 15 വർഷം മുമ്പ്. അതായത് എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയി. അതായത് 3 മാസത്തിനുള്ളിൽ ഇട്ടിട്ട് പോയതാണെങ്കിലും ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നത് 3 വർഷത്തിന് ശേഷമാണ്. ഡിവോഴ്സിൻ്റെ ആ പേപ്പർ ഇത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ എടുത്തു വെച്ചതാണ് എൻ്റെ പല ടാലൻസും. അന്ന് ഞാൻ എന്നെ ഉപേക്ഷിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനെ റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സന്തോഷത്തിനാണെങ്കിലോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനൊരു നല്ലൊരു പെയിന്റിങ് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പൊ 15 വർഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല. ഐ എം സോ ഹാപ്പി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ each and everything which is happening in my life. Thank you, really thankful to you Sajana ma'am. കാരണം ഓടി വന്ന് ആ ഗ്രൂപ്പിൽ ചേർന്നതിനപ്പോൾ ചേർത്ത് പിടിച്ചതിനും നിങ്ങളുടെ ഒരാളായിട്ട് എന്നെ കണ്ടതിനും ഒക്കെ നിങ്ങൾ ഓരോ ദിവസവും എന്നോട് പറയും, ചഞ്ചൽ മാം ഇന്നും ഇത് കണ്ടോ, ചഞ്ചൽ മാമിന്റെ മുഖത്ത് വരണ പുഞ്ചിരി കണ്ടോ, ചഞ്ചൽ മാമിന് ഒരു ചേഞ്ചസ് വരണ കണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ, ഐ ആം സോ താങ്ക്ഫുൾ ഈച്ച് ആൻഡ് എവ്രി വൺ. Thank you so much. Thank you. I love you all.